ആർക്കും ഇബാദത്തിന് അർഹതയില്ലെന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ സുജൂദ്, പ്രാർത്ഥന തുടങ്ങിയ ഇബാദത്തിന്റെ ഏതെങ്കിലും ഇനങ്ങൾ ഒരു ശിക്ഷിക്കർപ്പിച്ചാൽ അതിന്റെ ഹുക്കം എന്താണ്? ഇലാഹാണെന്ന് വിശ്വസിക്കാതെ പ്രാർത്ഥിച്ചാൽ ശിർക്കാനില്ല എന്നാണ് നിങ്ങൾ വാദിച്ചിട്ടുള്ളത്. ഞാൻ ചോദ്യം അല്പം വിശദീകരിക്കാം. ഒരു വിഗ്രഹം, ആ വിഗ്രഹം വിവാദത്തിന് അർഹതയില്ല എന്ന് മുസൽമാൻ വിശ്വസിക്കുന്നു. ശബരിമലയിലെ ശാസ്താവ് വിവാദത്തെ അർഹിക്കാത്ത ആളാണെന്ന് ഒരു മുസൽമാൻ വിശ്വസിക്കുന്നു. അത് വിശ്വസിച്ചതുകൊണ്ട് തന്നെ ശാസ്താവിന് മുമ്പിൽ സുജൂദ് ചെയ്താൽ, ഈ നാട്ടിൽ ഏതെങ്കിലും വിഗ്രഹത്തിന് മുമ്പിൽ സുജൂദ് ചെയ്താൽ, ശാസ്താവിനോട് പ്രാർത്ഥിച്ചാൽ, സഹായം തേടിയാൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ കുട്ടികളിൽ വിവാദത്തിന് അർഹതയില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ കുട്ടികളിൽപ്പെട്ട ഏതെങ്കിലും ഒരു വസ്തുവിനെ വിവാദത്ത് ചെയ്താൽ അതെന്താണ്? അത് ശിർക്കാണോ ശിർക്കല്ലേ എന്ന് വിശദീകരിക്കാൻ ഞാൻ ആവശ്യപ്പെടുകയാണ്. ആൾക്കാരൊക്കെ പോയി സുജൂദ് ചെയ്താൽ അത് ശിർക്കാവോല. അതുകൊണ്ട് മൗലവിട്ടായി ഒരു കാര്യം ചെയ്യും. മൗലവിട്ടായി കടലാസൊന്നും അവിടെ വെച്ചിട്ട് അത് വായിച്ച കിതാബൊന്നും എടുത്ത് വായിച്ച അർത്ഥം വെക്ക്. ഈ ആയത്തിന്റെ അർത്ഥം ومن أضل ممن يدعو من دون الله من لا يستجيب له إلى يوم القيامة وهم من دعائهم غافلون എന്ന ഈ ആയത്തിന് തഫ്സീർ നിങ്ങൾ കൊണ്ടുവന്നല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആ കടലാസ് ഒഴിച്ചിട്ട് ഒന്ന് തഫ്സീർ എടുത്ത് വായിക്കും. അത് ഇവിടെ എന്താ പറയും? വെറുതെ കടലാസത്ത് വായിച്ച് ഉരുട്ടി പറഞ്ഞിട്ട് കാര്യമില്ല. അള്ളാഹു പറയുന്നു أنا وصفها بالغفلة تنذيرها بالإنسان التاهي أما يقال له إذا كانت لا تفهم എന്ന് പറഞ്ഞുകൊണ്ട് وإنما هذا توبيخ من الله لهؤلاء المشركين لسوء رأيهم وقبح اختيارهم في عبادتهم. അത് കത്തിവെച്ചു അഭിപ്രായം. അള്ളാഹു അല്ലാത്തവർക്ക് അവർ ഇബാദത്തെടുത്തു, അള്ളാഹു അല്ലാത്തവർക്ക് അവർ ആരാധിച്ചു, അള്ളാഹു അല്ലാതെ ഇലാഹുണ്ട് എന്നവർ വിശ്വസിച്ചു. ഈ പ്രവർത്തനം ചീത്തയാണ് എന്നാണ് അള്ളാഹു പറഞ്ഞത്. അതുകൊണ്ടാണ് മാത്രമല്ല അവനിലുള്ള നിഅമത്ത് എല്ലാം കൊടുത്തിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇബാദത്തെടുക്കലിനെ അവരൊഴിച്ചു എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് കിതാബ് വായിച്ചിട്ട് അർത്ഥം പറയൂ എന്നിട്ടാവാം മറ്റു വിഷയത്തിലേക്ക് കടക്കൽ. ഇവിടെ തന്നെ നമുക്ക് വ്യക്തമാക്കാം. വവന്നവല്ലു എന്ന് ആയത്തിന്റെ തഫ്സീരിൽ പറഞ്ഞു. അല്ലാഹു അല്ലാത്തവർക്ക് അവർ ഇബാദത്തെടുത്തു, അവർക്ക് ആലിഹത്തുകളുണ്ട് എന്നവർ വിശ്വസിച്ചു. അതുകൊണ്ടാണ് അവർ വഴിപേച്ചു പോയത്. ആലിഹത്താണെന്ന വിശ്വാസത്തോടുകൂടിയുള്ള വിളി അവർ വിളിച്ചു. ഇലാഹു എന്നവർ അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു. ആ വിളിയാണ് ശിർക്ക് എന്ന് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഔലിയാക്കളെ വിളിക്കുന്ന വിളി ശിർക്ക് എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടില്ല. അത് പെടുത്തു എന്ന് അല്ലാഹു പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് മൗലവി സാഹിബിനെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, കിതാബ് വായിക്കുന്നുവെങ്കിൽ അത് മുഴുവനും വായിക്കണം, കട്ടുവെക്കരുത്, വിട്ടുപോകരുത്. കട്ടി വിട്ടു എന്ന് പത്തിട്ട് പറഞ്ഞാൽ കുടിക്കുന്നവരും തന്നെ മുത്തിയാർ പറഞ്ഞു കിതാബ് എടുക്കണം, കർണാസ് വെക്കണം. മുത്തിയാർ വായിക്കുന്ന സ്വർണ്ണത്തിന് മുദ്രയിൽ എഴുതിയതാ, അതെല്ലാം കർണാസ് തന്നെയാണ്. എന്റെ കയ്യിൽ കർണാസാണ്, ഈ കിതാബ് അടിച്ച് കർണാസാണ്, മുത്തിയാരുടെ കയ്യിൽ കർണാസാണ്. ഈ കർണാസ് എന്നുള്ള പേര് സ്വർണ്ണമെന്നോ വെള്ളിയാണെന്നെങ്കിൽ അത് മുത്തിയാർ പറയേണ്ടതാണ്. ഈ വക കുട്ടീസൊന്നും വേണ്ട, കാര്യം പറയാനുള്ള എന്താണ് പറയുന്നത്. ഇലാഹാക്കല് മുസ്ലിയാർ വ്യക്തമാക്കാം. ഇലാഹാക്കൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മുസ്ലിയാർ ആദ്യം പറഞ്ഞു ഇലാഹ് എന്ന് പറഞ്ഞാൽ ഇബാദത്തിന് അവകാശപ്പെട്ടവൻ. ഞങ്ങൾ സമർപ്പിച്ചു ഇബാദത്താണ്. ഇന്നുവരെ മുസ്ലിയാർമാർ പറഞ്ഞിട്ടില്ല ഇബാദത്തല്ല. ആയത്തിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാപിച്ചു, ഹദീസിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാപിച്ചു ഇബാദത്താണ്. ആ ഇബാദത്തിന് അർഹതപ്പെട്ടവനാണ് ഇലാഹ് എന്ന് പറഞ്ഞത്. അതുപോലെ അല്ലാഹു അല്ലാത്തവരോട് ചെയ്യാമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവർ ഇലാഹാക്കലെന്നാണ് മുജാഹിദുകൾ പറഞ്ഞത്. എന്നിട്ടും ഇലാഹ് 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 എന്ന് പറഞ്ഞാൽ തന്നിലേക്ക് ആകെപ്പാട് കൊഴിവറി നാം വിചാരിക്കുന്നത് ഞങ്ങൾ പറയുന്നു ഇബാദത്താണ്. ഇലാഹ് എന്ന് പറഞ്ഞാൽ ഇബാദത്തിന് അവകാശപ്പെട്ടവനെന്നാണ്. ആ ദ്വാക്ക് അവകാശപ്പെട്ടവനായിട്ട് അല്ലാഹു അല്ലാത്ത മഖ്ലൂഖിനെ കണക്കാക്കിയാൽ അതവൻ ഇലാഹാക്കലാണ്. അത് നരകത്തിലേക്കുള്ള മാർഗമാണ് എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഇനി ഞാൻ കിതാബിന്റെ ഇബാദത്ത് വായിക്കാൻ ഞങ്ങൾക്കാർക്കും തക്കുന്ന സ്വഭാവം വെട്ടുന്ന സ്വഭാവമൊന്നുമില്ല. എന്താണ് ആ പ്രശ്നം? വളരെ വ്യക്തമായി പറയാം. يقول تعالى ذكره عندما مجاهد الأرض واسم بايكده يقول تعالى ذكره وعن العابدين أمن من العابدين يدعو من دون الله آلهة لا يستجيب له إلى يوم القيامة يقول لا يجيب دعاءه أبدا لأنها حجر
أو خشب ونحو ذلك. وقوله وهم من ضائهم راجلون يقول تعالى ذكرهم وآلهتهم التي يدعونهم عن دعائهم إياهم في غفلة لأنها لا تسمع ولا تنطق ولا تعقل وإنما على بوصفها بالغفلة تنفيها من إنسان صاحي أما يقال له إذا كانت لا تسمع لها شيئا كما لا يسمع الأواصل عن شيء ما غفل عنه وإنما هذا توجيه من الله فلهؤلاء المشركين بظهورهم وقبل اختيارهم في عبادتهم കിതാബ് വായിക്കാതെ അറിഞ്ഞ ഒരു വായിച്ചല്ലേ അപ്പം വെക്കുന്നത് അന്നഹ ഹജറുൻ അത് കല്ലാണ് ഔ ഹജറുൻ അല്ലെങ്കിൽ മണക്കറ്റമാണ് അങ്ങനത്തെ സാധനങ്ങളെയാണ് വിളിച്ചത് എന്ന് പറഞ്ഞ അപ്പം വെക്കണം കിതാബ് വരച്ചിട്ട് കിതാബിന്റെ അല്ലാത്ത വെള്ളം ഒരു കുപ്പയിലെറിയാന്ന് പറഞ്ഞിട്ട് വരച്ചിട്ട് ഇപ്പൊ കുറെ വായിച്ചാൽ മതിയോ ഈ അന്നഹ ഹസബുൻ അത് മരക്കട്ടില്ല അന്നഹ ഹജറുൻ അത് കല്ലാണ് ഔ ഹസബുൻ അല്ലെങ്കിൽ മരക്കട്ടമാണ് ഔ രാമദാനിക്ക അല്ലെങ്കിൽ അതുപോലെയുള്ള കല്ല് ചവറുകളാണ് എന്നായിരുന്നു അവിടെ വിശ്വസിച്ചിരുന്നത് അങ്ങനത്തെ സാധനങ്ങളെ ാതെ ഇങ്ങനെ ഒഴിച്ച് കളിച്ചിട്ട് ആളുകളെ കാപ്പറാക്കാൻ നടക്കാറില്ലേ അതുകൊണ്ട് ഒന്ന് വായിച്ച് കടലാസ് വലിച്ചറി എന്നിട്ട് ഈ കിതാബിനെ അപ്പം വെക്ക് വെറും ഒന്ന് വായിച്ചാൽ പോരാ മായ വിക്രമായി ഞാൻ പറയുന്നത് പിന്നെ വിളിന്ന് എല്ലാ വിളിയും വിമാനത്താണ് എന്നാൽ ഇനി ദാവത്ത് കൗമി ധൈര്യം മനഹാറാം നൂറ് നബി അലൈഹി സ്വലാം പറഞ്ഞു ഞാൻ കൗമിന് ദുആ ചെയ്തു എന്ന് കൗമിനെ വിളിച്ചു എന്ന് അത് ശിർക്കാണോ നൂറ് നബി ശിർക്കാണോ ചെയ്തിട്ടുള്ളത് മൗലവി മറുപടി പറയേണ്ടതാണ് എന്റെ ചോദ്യത്തിന് സമയമല്ലാത്തത് കൊണ്ട് ഞാൻ ചോദിക്കുന്നില്ല ഇനി അവസരം വരുമ്പോൾ ചോദിച്ചു കൊള്ളാം അതുപോലെ തന്നെ അല്ലാഹു തആല ഏക്കന്റെ വീട്ടിലേക്ക് ദുആ എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് അവിടെ വിളിക്കുന്നു എന്ന് ആ ദുആ ഇബാദത്താണോ എല്ലാ ദുആവും ഇബാദത്താണ് എന്ന് നിങ്ങൾ കെട്ടിക്കൂട്ടിയ നൂലാമാലയിൽ നിങ്ങൾ പെട്ടുപോയതാണ് നിങ്ങൾ അബദ്ധത്തിന്റെ അതുകൊണ്ട് വ്യക്തമായ പലതും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കുക ഇബാദത്ത് കൊണ്ടുവന്നാൽ അതിനർത്ഥം പറയണം നിങ്ങൾ ഒരു പക്ഷേ കബറിന് സുജൂദ് ചെയ്താലും നിങ്ങൾ മനുഷ്യന് സുജൂദ് ചെയ്താലും കാഫിറാവൂലെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും അത് ഞങ്ങളെ മേൽ വെച്ച് കെട്ടിയിട്ട് ഞങ്ങളെ കുതിരയാക്കാൻ നിങ്ങൾ ശ്രമിക്കണ്ട വളരെ വ്യക്തമായിട്ട് എത്രയടിയുണ്ട് എത്ര ഇബാദത്തല്ലാത്ത ദുആ നൂറുകണക്കിലില്ലേ പരിശുദ്ധ ഖുർആനിൽ എന്നിട്ട് എല്ലാ ദുആയും ഇബാദത്താണ് എന്ന് ആളുകളെ പറഞ്ഞു പറ്റിക്കാം ഇവിടെ കാഫിര്യങ്ങൾ ഇബാദത്തേറ്റത് അന്നഹ ഹജറുൻ അത് കല്ലാണ് ഔ ഹജറുൻ അല്ലെങ്കിൽ മരക്കറ്റമാണ് ഔ നഹവദാലിക അല്ലെങ്കിൽ അതുപോലുള്ള കണ്ടു ചവറുകളാണ് അതുകൊണ്ട് അവന്റെ ദുആ ഉത്തരം ചെയ്യൂല എന്ന് പറഞ്ഞല്ലേ ഒന്ന് വായിച്ചിട്ട് ഞാനും കിതാബ് വായിക്കുന്നത് വായിച്ചുകൊണ്ടായോ അതുകൊണ്ട് അർത്ഥം പറയും ഇതാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് വ്യക്തമായി ഞാൻ എന്റെ മറുപടിയിൽ പറയുന്നു ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഇലാഹാണെന്ന് വിശ്വസിച്ചുകൊണ്ടുള്ള സഹായാഭ്യർത്ഥനയെ സംബന്ധിച്ചല്ല കല്ലിനോടുള്ള സഹായാഭ്യർത്ഥനയെ സംബന്ധിച്ചല്ല മരത്തിനോടുള്ള സഹായാഭ്യർത്ഥനയെ സംബന്ധിച്ചല്ല ഞങ്ങൾ പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് ഇലാഹ് എന്ന് വിശ്വസിച്ചുകൊണ്ട് അവൻ നൽകുന്ന കഴിവുകൊണ്ട് അവൻ നൽകുന്ന സഹായം കൊണ്ട് സഹായിക്കുന്ന വ്യക്തികളോട് സഹായം ചോദിച്ചാൽ ശിർക്ക്. മുസ്ലിയാർ ദ്വാരിക്കാൻ പോവുക എന്ന് പറഞ്ഞാൽ കല്യാണത്തിന് വിളിക്കാൻ പോവുക എന്നാണോ അതിന്റെ അർത്ഥം? പ്രബോധനം നടത്താൻ പോവുക എന്നാണോ അതിനർത്ഥം? സാധാരണ ദ്വാരിക്കാൻ വിളിച്ചാൽ ദ്വാരിക്കാൻ പോകലും കബറിന് ദ്വാരിക്കാൻ പോകലും അതിനപ്പുറത്തുള്ള ദ്വാരിക്കാൻ പോകുന്നുണ്ടല്ലോ ആ ദ്വാരിക്കാൻ പോകുന്നത് ആ ദ്വാ എന്താണ്? അത് മുസ്ലിയാമാർക്ക് അറിയാം, ഈ നാട്ടിലുള്ള എല്ലാ വഴികൾക്കും അറിയാം ആ ദ്വാ എന്താണ്. ആ ദ്വാ ഇബാദത്താണോ അല്ലേ എന്നതാണ്. കല്യാണത്തിന് കഴിക്കാൻ പോയ ഇബാദത്താവോ അതല്ല അതിനപ്പുറം പോയ ഇബാദത്താവോ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ദൂരങ്ങളുള്ള ആളുകൾ വിളിച്ചാൽ എങ്ങനെയൊക്കെ ന്യായങ്ങൾ പറഞ്ഞ് രക്ഷപ്പെടാമെന്ന് വ്യാമോഹത്തിൽ നടന്നെടുത്തതാണ് ആ കാര്യമുള്ള വാദങ്ങളൊക്കെ. മുസ്ലിയാമാർ സാധാരണ ദ്വാരിക്കാൻ പോകുന്നതാണ്, കാശ് വാങ്ങിയിട്ട് വാങ്ങാതെ മുക്ക് ദ്വാരിക്കാൻ പോകുന്നവരാണ്. അവർക്കറിയാം ദ്വാ എന്ന് പറഞ്ഞാൽ എന്താണ്, ദ്വാരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്. കല്യാണത്തിന് വിളിക്കലാണോ, നാട്ടിൽ പോയിട്ട് ആളുകൾ ഇസ്ലാം ദീനിക്ക് ക്ഷണിക്കലാണോ, ദ്വാരിക്കാൻ പോകുന്നത് അറിയാത്ത മുസ്ലിംമാരും പഠിക്കുക. ആ ദ്വാരിക്കുക എന്ന് പറഞ്ഞ ഏർപ്പാട് അത് അല്ലാഹു തആലയോട് മാത്രം ചെയ്യാൻ പാടുള്ളതാണോ അതല്ല മറ്റുള്ളവർ ചെയ്യാൻ പാടുണ്ടോ അതാണ് ഇവിടുത്തെ ചർച്ചാ വിഷയം. ആ ദ്വാരിക്കുക എന്നുള്ള ഏർപ്പാട് അല്ലാഹു അല്ലാത്തവരോട് പാടില്ല എന്ന് ഖുർആനിലെ അനേകം ആയത്തുകളുടെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ സാധിച്ചു. ആ ദ്വാ ഇബാദത്താണ്. ആ ഇബാദത്ത് അല്ലാഹു അല്ലാത്തവർ കർപ്പിച്ചാൽ അത് അവർ ഇലാഹാക്കലാണ്. അങ്ങനെ ഇലാഹാക്കിയാൽ അത് ശിർക്കാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാനുള്ള കാരണമാണ് എന്ന് ഞങ്ങൾ വളരെ ശക്തമായി ഇന്നലെ ഇന്നുമായി സ്ഥാപിച്ചുകൊണ്ടിരുന്ന കാര്യമാണ്. അതിന് പുറമെ ഇനി അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടി കണ്ടുപിടിച്ചൊരു വാക്കുണ്ട്, ഇസ്തിഗാസ എന്ന വാക്ക്. ആ വാക്കിന്റെ പൂർണ്ണതരം അത് എത്രമാത്രം സുദൃശ്യമായ തട്ടിപ്പാണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഭാഗത്തെക്കുറിച്ച്. അതിനെപ്പറ്റി ഇന്ത്യയിൽ കൊല്ലം പറയാനുണ്ടെങ്കിൽ അയാൾ പറയണം. അവിടെ ഇബ്നു ജരീർ പറയുന്നു അല്ലാഹു തആലയോട് മാത്രമേ ഇസ്തിഗാസത്തും മനുഷ്യന്മാർ ഇസ്തിഗാസ നടത്താൻ പാടുള്ളൂ. അങ്ങനത്തെ അല്ലാഹു തആലയെ മറന്നതാണ് അവർ പഠിക്കാനുള്ള കാരണം. ഇതിനെപ്പറ്റി മുസ്ലിയാർക്ക് എന്ത് പറയാനുണ്ട് എന്ന ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ട് പിന്നെ എന്ത് തെറി പറയാനുണ്ടെങ്കിൽ പറഞ്ഞുകൊള്ളൂ, എനിക്ക് വിരോധമില്ല എന്നാണ് എനിക്ക് പറയാനുണ്ട്.
കിതാബ് വായിച്ച് അർത്ഥം വെക്കണം, കിതാബ് വായിച്ച് അർത്ഥം വെക്കണം. ഈ തഫ്സീർ ഇബ്നു ജരീർ എന്ന് വിളിച്ച് വായിച്ചു വിടെങ്കിൽ കാണിച്ചാൽ പോരാ. മരക്കട്ടത്തിൽ കൊണ്ടുപോയിട്ട് വിളിച്ച് ഈ ഇലാഹാക്കിയ സാധനത്തിനോട് വായിച്ചിട്ട് അർത്ഥം വെക്കാതെ വിടൂല മൗലവിയ. അർത്ഥം വെക്കണം. ഇവർ പറഞ്ഞ എന്താണെന്നറിയോ? ലാ യുജീബു ദുആഹു അബദ, ഒരിക്കലും ഉത്തരം ചെയ്യൂല. ലിഅന്നഹാ ഹജറുൻ, എന്തുകൊണ്ട് ആ കാഫിരീങ്ങൾ വിളിച്ചിരുന്ന ഇലാഹുകൾ അവരിവിടെ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നത് കല്ലിനോടായിരുന്നു. ഔ ഹജബുൻ, അല്ലെങ്കിൽ മരക്കട്ടമായിരുന്നു. ഔ നഹൂദാലിക, അതുപോലുള്ള ചണ്ടി ചവറികളായിരുന്നു. അതുകൊണ്ട് അതൊരിക്കലും വിവാദത്ത് ചെയ്യുകയില്ല എന്നാണ് ഇബ്നു ജരീർ പറഞ്ഞത്. അത് വായിച്ച് അർത്ഥം വെക്കാതെ മൗലവിനെ വിടൂല. വെറുതെ പറഞ്ഞിട്ട് ആളുകൾ പൊട്ടിയിട്ടാക്കണ്ട. ഹജർ എന്ന് പറഞ്ഞതിന്റെ അർത്ഥമുണ്ട്, ഹജബ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥമുണ്ട്. അതൊന്ന് വ്യക്തമാക്കണം. അതിന്റെ ശേഷമാവാം മറ്റു ഒട്ടീസൊക്കെ. ഒട്ടീസ് എന്ന് പറഞ്ഞത് കൊണ്ടായില്ല. പിന്നെ എല്ലാ വിളിയും ഇബാദത്തല്ലാന്ന് ഇപ്പൊ സമ്മതിച്ച്. എന്നാ പിന്നെ ഏത് വിളിയാണ്? മക്ക മുശ്രിക്കീങ്ങൾ കല്ലിൽ ഇബാദത്തെടുത്തുകൊണ്ട് വിളിച്ച വിളിയാണ് ചുരുക്ക്. അത് ഞങ്ങൾ പറയുന്നു, അതല്ല ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾ കല്ലിന് ഇബാദത്തെടുക്കുന്നില്ല, ഞങ്ങൾ മരത്തിന് ഇബാദത്തെടുക്കുന്നില്ല. ഞങ്ങൾ അല്ലാഹുവിൽ മാത്രം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു മാത്രമാണ് ഇലാഹ് എന്ന് ഞങ്ങളുടെ രക്തത്തിലും മജ്ജയിലും മാംസത്തിലും ഊട്ടപ്പെട്ട് കിടക്കുകയാണ്. ഈ കലിമത്ത് തൗഹീദിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരമാധികാരിയാണ്, എല്ലാ സർവജ്ഞനാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് അവനിൽ സർവ്വത്വവും അർപ്പിച്ചുകൊണ്ട് അവന്റെ അടിമകളിലൂടെ അല്ലാഹു നൽകുന്ന സഹായം, ആ സഹായത്തെയാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അത് ചോദിക്കുന്നത് ശിർക്കാണെന്നത് നിങ്ങൾക്കായത്ത് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. വല്ലാഹി വല്ലാഹി ഖിയാമത്ത് നാൾ വരെ സാധ്യവുമല്ല. ചോദിക്കുന്നതിന് മുമ്പ് ഇപ്പൊ ഇവരെ ഉദ്ധരിച്ച ഹജർ എന്ന് പറഞ്ഞ പദത്തിന്റെ അർത്ഥം ഒന്ന് വെക്കണം, ഹജബ് എന്ന് പറഞ്ഞ പദത്തിന്റെ അർത്ഥം ഒന്ന് വെക്കണം, ആര്ഹത്ത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഒന്ന് വെക്കണം. അങ്ങനെ ഇബ്നു ജരീർ നിങ്ങളാ കൊണ്ടുവന്നത്, ഞങ്ങൾ ആദ്യം വായിച്ചിട്ടില്ല. നിങ്ങൾ വായിച്ചത് കൊണ്ടാണ് ഞങ്ങൾ ഇബ്നു ജരീർ എടുത്തത്. ഞങ്ങൾ ആയത്തിന്റെ അർത്ഥം വെച്ചത്. ആ ആയത്തിന് അർത്ഥം വെച്ചപ്പോ നിങ്ങൾ ഇബ്നു ജരീർ കൊണ്ടുവന്നത് കൊണ്ട് ഇബ്നു ജരീർ അർത്ഥം വെക്കണം. അത് വെക്കാതെ അങ്ങോട്ട് നീങ്ങാൻ പാടില്ല. അത് വെച്ചതിന്റെ ശേഷം നമുക്ക് നോക്കാം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് സമ്മതിക്കൂ, രണ്ടായിരം ചെയ്താൽ മതി. ഒരു കടലാസം കൊണ്ടുവന്ന് കിതാബ് കെട്ടിക്കൊണ്ടുവരാൻ ആർക്കൊന്ന് കഴിയും. അത് എളുപ്പങ്ങൾ നോക്കാൻ കഴിയും. ഇപ്പൊ അടിക്കണം. പള്ളി ദിവസത്തിനെ പരിഹരിച്ചാൽ പോരാ. നിങ്ങളെ പള്ളി ദിവസത്തിനെ പരിഹരിക്കുന്നത്, പള്ളി ദിവസത്തിന് പഠിക്കട്ടെ, കോളേജിൽ നിന്ന് പഠിക്കട്ടെ, ഏത് പഠിച്ചാലും ശരി. അല്ലാഹു തആല ചെയ്ത നിയമം. ഇവിടെ ഹജർ എന്ന വാക്കിന്റെ അർത്ഥമോ ഹജബ് എന്ന വാക്കിന്റെ അർത്ഥമോ മുജാഹിദുകൾക്ക് അറിയോ അറിയില്ല എന്നുള്ള വിഷയം. ഹജർ എന്ന് പറഞ്ഞാൽ കല്ലെന്നാണ്, അതെന്ന് ഞങ്ങൾ ഇവിടുത്തെ പ്രമേയം. അതിവിടുത്തെ ചർച്ചാ വിഷയമല്ല, തൂക്കിയാണ് ഞങ്ങൾ പറയുന്നത്. ചർച്ചാ വിഷയമല്ല. തൂക്കേണ്ടവർക്ക് തൂക്കാം, തൂക്കേണ്ടവർക്ക് തൂക്കാം, തൂക്കേണ്ടവർക്ക് തൂക്കാം.